കൊച്ചിൻ പോർട്ട് കൺട്രോൾ മാനസിനെ. നമ്മുടെ ഇന്നത്തെ യാത്ര കടലിലേക്കാണ്. അവിടെയുള്ള സപ്ലൈ വെസലിൽ ഡൈവേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. നമ്മൾ കരയിലേക്ക് യാത്ര ചെയ്യുന്ന പോലെ അത്രയൊന്നും കാണാനില്ല കടലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. കടലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ചുറ്റും വെള്ളവും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകാരും വള്ളക്കാരും നങ്കൂരമിട്ടിരിക്കുന്ന കുറേ കപ്പലുകളുമാണ്. കടൽ ശാന്തമായതുകൊണ്ട് തന്നെ വലിയ തട്ടുകേട് കിട്ടാതെ ഞങ്ങൾ സപ്ലൈ വെസലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വെസൽ ആ വെസലിലേക്ക് അടുപ്പിക്കുന്നതിന് മുമ്പ് ആ വെസലിൻ്റെ ക്യാപ്റ്റനെ വിളിച്ച് പെർമിഷൻ മേടിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആ കപ്പലിൻ്റെ അലോങ് സൈഡ് അടുപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ആ ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ് സൈഡിൽ അടുപ്പിക്കാനുള്ള പെർമിഷനാണ് കിട്ടിയത്. നമ്മൾ നേരെ ആ വെസലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ വെസലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ആ വെസലിൻ്റെ ഉൾവശം. ഒരു പ്ലാറ്റ്ഫോം പോലെ കിടക്കുന്നുണ്ടല്ലേ, ഇതിനെയാണ് മെയിൻ ഡെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡൈവേഴ്സിനെ ഇറക്കിയിട്ടുണ്ട്, അവർ റെഡി ആവുകയാണ്. ഷിപ്പിൻ്റെ അടിവശത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ പ്രൊപ്പല്ലറിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡൈവേഴ്സിനെ ഇറക്കുന്നത്. കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ടും ഫിഷിംഗ് വെസലുകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടും വലകളും റോപ്പൊക്കെ ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറിൽ ചുറ്റാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഡൈവേഴ്സിനെ കൊണ്ടുവന്നിട്ട് പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതൊരു ആങ്കർ ഹാൻഡ്ലിംഗ് വെസലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുള്ള വയർ റോപ്പും വീൻസും ഒക്കെയാണ് ഈ കാണുന്നത്. ഓരോ വെസലും നിർമ്മിച്ചിരിക്കുന്നത് ഓരോ സ്പെഷ്യൽ കാറ്റഗറിയിലായിരിക്കും. ഇന്നത്തെ യാത്ര വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.